പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. 10/7/2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഇവിടെ വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരവസരമായിരുന്നു. അതായത് ഞങ്ങളുടെ വരുമാന മാർഗം പൂർണ്ണമായിട്ടും നിലച്ച അവസ്ഥയിലാണ് ഞാനിവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിനു മുന്നേ 2023 എനിക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുകയും ഞാൻ 6 കീമോതെറാപ്പി 18 റേഡിയേഷൻ എല്ലാം ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് യൂട്യൂബിലൂടെ ബഹുമാനപ്പെട്ട ജോസ് പച്ചൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുകയും ഞാൻ ഈ കൃപാസനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് 10/7/2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എല്ലാ മാസവും മിക്ക മാസങ്ങളിലും ഞാനിവിടെ വരികയും പത്രം വാങ്ങിക്കുകയും തിരിച്ചു കൊണ്ടുപോയി എൻ്റെ ശാരീരികമായി എനിക്ക് ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ശരീരത്തിൻ്റെ വേദനകൾ, തലയിൽ മുടി പോയായിരുന്നു. പക്ഷേ എന്നാലും ഞാനതൊന്നും വകവയ്ക്കാതെ പത്രങ്ങളെല്ലാം ഞാൻ നടന്നുകൊണ്ട് തന്നെയാണ് എല്ലാ മാസങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം നടത്താറ്. അത് പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ള ഇടങ്ങളിലേക്കാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ടായിരുന്നു. കൂടുതൽ അക്രൈസ്തവർ വരുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഞാൻ നടന്ന് അങ്ങടേക്കാണ് പോകാറ്. നടന്ന് പോകുന്ന വഴിക്ക് റോട്ടിൽ കാണുന്നവർക്ക് കൊടുക്കും. ബാക്കിയുള്ളത് ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും തന്നെ എനിക്ക് അങ്ങനെ റിജക്ഷൻ വന്നിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കാറാണ് പതിവ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്കിത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, തന്നോളൂ എന്ന് പറയാറുണ്ട്. പലരും 3, 4, 5 പത്രങ്ങളും കൂടെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. എനിക്ക് അവർക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കി, 3ാമത് പുതുക്കി. എൻ്റെ നിയോഗങ്ങളെല്ലാം, എനിക്ക് ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കുടുംബം. എനിക്ക് 3 മക്കളാണ്. മൂത്തയാൾ ജർമ്മനിയിൽ നഴ്സിങ്ങിന് പഠിക്കുന്നു. ഇതെൻ്റെ 2ാമത്തെ മകനാണ്. അപ്പോൾ ഇളയൊരു കുട്ടിയുമുണ്ട്. എൻ്റെ കുടുംബം മുഴുവനും ഈശോയ്ക്ക് സാക്ഷികളായിട്ട് ജീവിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പ്രത്യേക നിയോഗം. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ആരും തന്നെ, ഞാനടക്കം ആരും തന്നെ മാരകമായ പാപങ്ങൾ ചെയ്ത് ഈശോയെ വേദനിപ്പിക്കരുത് എന്നുള്ളൊരു നിയോഗവും എനിക്കുണ്ടായിരുന്നു. അത് 6 നിയോഗങ്ങളിൽ 1 എനിക്ക് അത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും ഞാനൊരു നിയോഗം വെച്ചിരുന്നു. അതിനുശേഷമാണ് എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ ഞാൻ വെക്കാറുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കടബാധ്യതകൾ, ബാങ്കിൽ തന്നെ 73 ലക്ഷത്തോളം കടമുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മയിലൂടെ ഈശോ എനിക്ക് നല്ലൊരു ബിസിനസ് നല്ല രീതിയിൽ നടത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞാൻ അതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ കീഴിൽ നല്ല ടീം തന്നെ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ മാസവും നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു വരുമാന മാർഗം എനിക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭവനത്തിൽ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പരിസരം ചുറ്റും വിഷപ്പാമ്പുകളെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമായിരുന്നു. പല പ്രാവശ്യം എനിക്ക് തന്നെയാണത് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല പ്രാവശ്യം ഈ ചവിട്ടുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ സംരക്ഷണവും എനിക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ്. അത് ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് എൻ്റെ ഭവനത്തിൻ്റെ ചുറ്റിനും പരിസരം മുഴുവനും എനിക്ക് പല പ്രാവശ്യമായിട്ട് രാത്രി സമയങ്ങളിലും ഒക്കെ എനിക്ക് അപകടമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് സംരക്ഷണം തന്നു. അതിനായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഉപ്പ് എൻ്റെ കോമ്പൗണ്ടിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി
ചവിട്ടാത്തിടത്ത് ഞാനത് സ്ഥാപിക്കുമായിരുന്നു. അതുപോലെ തന്നെ കാശുരൂപം എല്ലാം ഞാൻ ഇത് ഉപയോഗിച്ചത് മൂലമാണ് എനിക്ക് ഈ ഒരു വിഷപ്പാമ്പുകളിൽ നിന്ന് ഇപ്പോൾ ഒരു ശല്യം പോലും ഇല്ല, ഒന്നിനെ പോലും എൻ്റെ കോമ്പൗണ്ടിൽ കാണാറില്ല. അതിന് ഞാൻ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഇത് എൻ്റെ മകൻ ജോഷുവ ജോൺസൺ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ മകന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പഠിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഈ മകന് പറയാൻ ഉത്തരമില്ലായിരുന്നു. അതുപോലെ തന്നെ നോട്ട്സും ഒന്നും തന്നെ എഴുതാറില്ലായിരുന്നു 10ാം ക്ലാസ്സിൽ വെച്ച്. അപ്പോൾ ഞാൻ ടീച്ചേഴ്സായിട്ട് സംസാരിക്കുമ്പോഴും ടീച്ചേഴ്സും പറയും ഇവനെ എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവരും പറയും എന്തുകൊണ്ടാണ് ഈ കുട്ടി പഠിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ വർഷം മുഴുവനും ഞാനും ഈ മകനും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ മകനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ തന്നെ ലാസ്റ്റ് ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴും ഈ കുഞ്ഞിനെ പഠിക്കാൻ പറ്റുന്നില്ല. നോട്ട്സ് ഇല്ല. അതുപോലെ തന്നെ യൂട്യൂബ് നോക്കി പഠിക്കാനാണെങ്കിലും കുഞ്ഞിന് ഒന്നും തന്നെ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അതിനും ഞാൻ ഇവിടെ വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ ഈ കുഞ്ഞ് തോക്കാതെ ആ SSLC പരീക്ഷ ഒന്ന് പൂർത്തിയാക്കി തരണേ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കുഞ്ഞിന് ഫുൾ A+ കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എല്ലാ മാസവും വരുമ്പോഴും പ്രാർത്ഥിക്കും. പക്ഷേ മോഡൽ എക്സാമിന് ഈ മകൻ 4 വിഷയത്തിന് തോക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നീട് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ആരോ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പിന്നീട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ കൃപാസന അമ്മേ ഈശോയെ ഈ കുഞ്ഞിനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ മോഡൽ എക്സാമിന് ശേഷം ഈ കുഞ്ഞ് ഞാൻ പിന്നെ ഈ പഠിത്തത്തെക്കുറിച്ച് പഠിക്കാൻ പറയാതെയായി. കുഞ്ഞ് തന്നെ പഠിച്ചു. നല്ല രീതിയിൽ തന്നെ മാർക്ക് വാങ്ങിക്കാനായിട്ട് 83% മാർക്ക് ഈ കുഞ്ഞിന് ലഭിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ തുടർ അനുഗ്രഹമായിട്ട് തന്നെ ഈ മകന് ഏകജാലകം വഴി ആരുടെയും റെക്കമെൻഡേഷനില്ല, ഒരു പൈസയും ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഈ മകന് അഡ്മിഷൻ ശരിയായി. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കാര്യവും അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു നിയോഗമുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ ഈ ഒരു അൾത്താരയിൽ കൊണ്ടുവന്ന് എനിക്ക് ഇവിടെ നിർത്തി എനിക്ക് അമ്മയുടെ മുന്നിൽ സാക്ഷ്യം പറയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഇന്ന് എനിക്ക് സാധിച്ചിരിക്കുന്നത്. അതിനെ ഓർത്തും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ എനിക്ക് പറയാൻ പറ്റാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അറിയാവുന്ന ഒരു ഫാമിലിയുണ്ട്. എൻ്റെ മകളുടെ കൂട്ടുകാരി തന്നെയാണ്. ആ കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം അവളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ സഹായങ്ങളും പഠിക്കുവാനുള്ള സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൺമുന്നിൽ ആരാണോ യോഗ്യരായിട്ടുള്ളത് അവർക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് രോഗികളെ സന്ദർശിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് നടന്നുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് അക്രൈസ്തവരായിട്ടുള്ള ഇടങ്ങളിലാണ് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു 8-10 സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കേൾക്കും. അതിലൊരു സാക്ഷ്യമെടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് എടുക്കും. അത് രാത്രി ഞാൻ കിടക്കുമ്പോഴാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അത് അന്നത്തെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റം എനിക്കുണ്ടായി. ഞാൻ ഈ ഉടമ്പടിയിൽ വരുന്നതിന് മുന്നേ പല പ്രാവശ്യം എനിക്ക് പള്ളിയിൽ ഞാൻ മനഃപൂർവ്വം പോകാതിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ മടി വന്നിട്ട് പോകാതിരുന്നിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ കുർബാനയെ സംബന്ധിക്കാതെ അലസമായിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഒത്തിരി മുടക്കം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നൊരു സമയമായിരുന്നു നേരത്തെയൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത്. ചിലപ്പോൾ മക്കളോട് പറയും നിങ്ങൾ പ്രാർത്ഥന എത്തിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറയും. പക്ഷേ ചിലപ്പോൾ അതും എനിക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. കുടുംബ പ്രാർത്ഥന
മുടങ്ങാതെ ചൊല്ലുവാനായിട്ടുള്ള അനുഗ്രഹം. രാത്രി സായാഹ്ന പ്രാർത്ഥന, തിരിച്ചുള്ള പ്രാർത്ഥനയാണെങ്കിലും മുടങ്ങാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിലും മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൈബിൾ വായന എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു. എനിക്ക് സമയമില്ല എന്നുള്ള ഒരു റീസണാണ് എനിക്ക് അതിന് അന്ന് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ സമയം കണ്ടെത്തി. ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഞാൻ കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു ബൈബിൾ വചനമെങ്കിലും ഞാൻ എൻ്റെ ഭിത്തിയിൽ എഴുതി അത് വരുന്നവർ, എൻ്റെ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് വായിക്കാൻ പാകത്തക്ക രീതിയിൽ തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. ഇത്രയുമാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇത്രയും അനുഗ്രഹം, കോടാനുകോടി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 71 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിസ ജോൺസൺ തിരുവാങ്കുളം തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ താനൊരു ക്യാൻസർ സർവൈവറാണ്. കാരണം അതിനെ തുടർന്നാണെങ്കിലും നിരവധിയായ വരുമാന ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരു നിയോഗമെന്നോണം പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് വലിയൊരു ബിസിനസ് തുടങ്ങുവാനും അതിൽ നിന്നുകൊണ്ട് വലിയൊരു തുക ഏൺ ചെയ്തുകൊണ്ട് തങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ജീവിതത്തിനെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശുദ്ധ അമ്മ വലിയൊരു അനുഗ്രഹം നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്നാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും അത് പൂർണ്ണമായിട്ടും വചനങ്ങളോട് ചേർന്ന് കൊണ്ടാണെങ്കിലും പ്രാർത്ഥനയോട് ചേർന്ന് കൊണ്ട് ഉടമ്പടി ജീവിതത്തോട് ചേർന്നപ്പോഴത്തേക്ക് പൂർണ്ണമായൊരു വലിയ വ്യത്യാസമാണ് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അത് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. ഉടമ്പടി ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കുകയും ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷിയായിട്ട് പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതം കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഈ കുടുംബത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് ഇനിയും ഈ കുടുംബത്തെ ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധിയായ പ്രാർത്ഥനകളുമായിട്ട് എൽത്താർക്ക് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.